നാണിക ഉസ്മാഖാനോട് ചോദിച്ചോക്കല്ലേ ഉസ്മാഖാനോട് അല്ല ഏത് നാട്ടിലുണ്ട് അപ്പൊ ഉസ്മാന്റെ അനുഭവം ഉസ്മാൻ പറഞ്ഞ അങ്ങനെ നാട്ടിൽ ഉണ്ടല്ലോ എല്ലായിടത്തും ഉണ്ടല്ലോ. ഇപ്പൊ എന്റെ അനുഭവത്തിൽ ഞാൻ പള്ളിന്റെ ഭാഗത്ത് നിന്ന് രാത്രി പോകുന്ന 2 മണി 3 സമയത്ത് പോകുന്ന സമയത്ത് തന്നെ ആ സമയത്ത് പല കോലത്തിലുണ്ടാവും. ഇങ്ങനെ നമ്മൾ വിറകില്ല തീ പിടിച്ചിങ്ങനെ വരുന്നതാണ്. ഞാൻ വീട്ടിലേക്ക് എത്താനാകുമ്പോൾ ഇങ്ങനെ നടന്നിങ്ങനെ വരുന്നതാണ്. ഞാൻ ചാരോ ഇട്ടത്ത് വെളിച്ചം പിടിച്ചു പോകുന്നത് ഇതൊന്നും കാണുന്നില്ല, ഒരു വെളിച്ചം മാത്രമേ കാണുന്നുള്ളൂ. ഞാൻ പിന്നെ മാറി കൊടുത്തു, മരത്തിന് മറിയാൻ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് പോയി. നമ്മൾ പേടിച്ചെങ്കിലേ പ്രശ്നമില്ല, പേടിയില്ലെങ്കിൽ എന്തിനും പ്രശ്നമില്ല. പോലെ എല്ലാ നാട്ടിലും ഒരു പേടിപ്പിച്ച സ്ഥലം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞു എന്റെ കേരളയിലെ പേടിച്ച മുളംകൂട്ടം നടന്നിരുന്നു. ഞങ്ങൾ പേടിക്കുന്ന സ്ഥലോ ഞാൻ നടന്നപ്പോ ഒരു മുളംകൂട്ടം എന്റെ ബാക്കിൽ നടന്നിരുന്നു. മുളംകൂട്ടം നമ്മള് പിന്നെ പള്ളിന്റെ അടുത്ത് ഇവിടെ വരുമ്പോഴേ അവിടെ നമ്മൾ വിളിക്കണേക്ക് തോന്നിക്കും. അപ്പൊ നമ്മൾ ബൈക്കിങ്ങനെ ഓടിക്കണം. ബൈക്ക് ഓടിക്കുമ്പോ ചെയിന്റെ ഒച്ചയാണ് വരുന്നത്, പിന്നെ കാറ്റിന്റെ. പക്ഷെ നമ്മൾ ബാക്ക് നേരെ വിളിക്കേണ്ടത്. ബാക്ക് തിരിഞ്ഞു നോക്കുമ്പോ പ്രത്യേകം കാണൂല. സുമാറ് പേടിച്ചിട്ട് അനുഭവം ഉണ്ടായതൊന്നുമില്ല. അനുഭവങ്ങൾ പേടിക്കണത് വണ്ടിയിൽ ബീഹാർ 2:30 മണിക്കോ വണ്ടിയിൽ പോകുന്നത്, ഞാനും എന്റെ ചങ്ങായിമാർ വണ്ടിയിൽ പോകുന്ന സമയത്ത് മൊയില് നേരെ ഫ്രണ്ടിൽ മൊയില്, അത് മാറുന്നില്ല, ഇങ്ങനെ പോകുന്നു. അതിൽ കീഞ്ഞിട്ട് ഓടി. നമുക്ക് കയ്യിൽ പിടിക്കുന്ന അത്ര അടുത്ത് കിട്ടുന്നു, പക്ഷെ നമുക്ക് പിടിക്കാണ്ടില്ല. ഓടി ഏകദേശം 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ ഓടി അതിന്റെ ബാക്കിൽ. വണ്ടി ബാക്കിൽ ഞാൻ അതിന്റെ മൊയിലിന്റെ പിന്നാലെ ഓടിയിട്ട് ആ സ്റ്റാച്ച് കുറെ ഫ്രണ്ട് കൊണ്ട് വേറെന്തോ രൂപമായിട്ട് ഇങ്ങനെ പോകുന്നത്. പിന്നാലെ വേറെ ആൾക്കാർ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് അറിയാം പ്രേതമായിരിക്കുന്നില്ല. പിന്നെ ആരോട് ഇങ്ങനെ സ്റ്റോറി പറഞ്ഞ് അതിന്റെ പിന്നാലെ എപ്പോൾ ഓടാൻ പാടില്ല, അത് വേറെ സംഗതിയാണ്. വയ്യാറിനൊക്കെ ആ സ്ഥലത്ത് അങ്ങനെ കുറെ ആൾക്ക് അനുഭവം ഉണ്ടായി. അതൊക്കെ മൊയിൽ എന്താ പറയുക, കൊമ്പൻ മൊയിൽ, അതൊക്കെ ഇഷ്ടംപോലെ. എന്റെ അനുഭവത്തിൽ കുറെ